സ്റ്റെബിലൈസേഷൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇനി ഇതേ റോട്ടിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് 2.0 ഒക്കെ ഓണാക്കിയിട്ട്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോ വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന GoPro hero8 എന്ന് പറയുന്ന ഈ ക്യാമറൻ്റെ കുറച്ച് സ്റ്റെബിലിറ്റി ടെസ്റ്റ്, അതായത് സ്റ്റെബിലൈസേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു മുണ്ടമ്പറമ്പ് റീജിയണൽ കോളേജിൻ്റെ അടുത്താണുള്ളത്. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മുടെ GoPro hero8 എന്ന് പറയുന്ന ഈ ക്യാമറയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അത് ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകട്ടോ. വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ എൻ്റെ GoPro hero8 എന്ന് പറയുന്ന ഈ ക്യാമറൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല കട്ട് ഓഫ് റോഡാണ്. അപ്പോൾ ഈ റോഡിലൂടെ നമുക്കത് സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ടും പിന്നെ അത് ഓഫാക്കിയിട്ടും യാത്ര ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. എൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നുള്ളത്. നമ്മുടെ കീശ്ശേരി, നീറ്റിക്കൽ, മുണ്ടമ്പറമ്പ് കഴിഞ്ഞ് റീജിയണൽ കോളേജിൻ്റെ ബാക്കിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മല കാണാം കേട്ടോ. നല്ല കിടിലം മലയാണ്, നല്ല വ്യൂ ആണ്. നമുക്കിവിടുന്ന് കീശ്ശേരി, ആലിഞ്ചോട്, അങ്ങനെ ഒരുവിധം കുയ്യമ്പറമ്പ്, കുയ്യമണ്ണ്, അങ്ങനെ ഒരുവിധം എല്ലാ മലകളും ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ മലകളും കാണാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്ഥലമാണിത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ GoPro hero8ൻ്റെ റിവ്യൂയിലോട്ട് പോകട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ GoPro hero8ൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ റോഡ് നിങ്ങൾക്ക് കണ്ടാലറിയാം, കട്ട് ഓഫ് റോഡാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ തന്നെ വണ്ടി ഇറങ്ങി പോകാൻ തുടങ്ങിയിട്ടോ. എൻ്റെ വണ്ടി പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ഏതായാലും ഫസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഈ റോട്ടിലൂടെ കയറ്റി വെക്കാം. അപ്പോൾ ഇത് GoPro hero8ൻ്റെ സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയാണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഓഫാക്കിയാണ്ട് പോകുമ്പം എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഇതിനുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ GoPro hero8ൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല കട്ട് ഓഫ് റോഡാണ്, നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഈ സ്പോട്ടിലൂടെയാണ് ഞാൻ എൻ്റെ ഈ ക്യാമറയായിട്ട് സ്റ്റെബിലൈസേഷൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇനി ഇതേ റോട്ടിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് 2.0 ഒക്കെ ഓണാക്കിയിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ കേട്ടോ. നല്ല കട്ട് ഓഫ് റോഡാണിത്. ഈ ഓഫ് റോഡൊക്കെ ഓട്ടി കഴിയുമ്പോൾ നല്ല ത്രില്ലിങ് കേട്ടോ. ഇതിലൊക്കെ വന്നൊന്ന് വണ്ടി ഓട്ടാൻ കഴിയുകയാണെങ്കിൽ, റോഡൊക്കെ കണ്ടോളി വളരെ മോശമാണ്. ഈ റോഡിലൂടെ മേലെ വരെ പോകുന്നുണ്ട് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാനും വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഒരു വട്ടം കൂടി നമുക്ക് ചെയ്ത് നോക്കട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ ഇത് വീഡിയോ ഒന്നായിട്ട് ഷെയ്ക്കാന്നായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ നേരെ താഴത്തോട്ട് തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കല്ലേ എങ്ങനെ ഉണ്ടാവും വീഡിയോ എന്നൊക്കെ നമുക്കറിയണ്ടേ. പൊന്നെ, അപ്പോൾ ഇത് സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയായിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. നമ്മളെ നാടൊക്കെ ഇപ്പോൾ വളരെ സുന്ദരമായി നിൽക്കുകയാണ്. ഇനി നമ്മൾ GoPro hero8ൻ്റെ സ്റ്റെബിലൈസേഷൻ ഓണാക്കിയാണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ലോ ലൈറ്റാണ്, കുറച്ച് സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി വരാൻ സാധ്യതയില്ല. കാരണം ലോ ലൈറ്റ് പെർഫോമൻസ് GoPro hero8 കുറച്ച് മോശമാണ്. കാരണം ഞാൻ ഈ വീഡിയോ നോക്കാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു പറയണം. അപ്പോൾ നോക്കിയുള്ളൂ അതിലൊക്കെ ചാടുമ്പോൾ എൻ്റെ പൊന്നെ, കട്ട് ഓഫ് റോഡ് മക്കളെ, കട്ട് ഓഫ് റോഡ്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മളെ പ്രകൃതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഉള്ളത്. വളരെ സുന്ദരമായിട്ട് ഈ കാഴ്ചകൾ നമുക്ക് പകർത്തിയിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇനി നമ്മളെന്തായാലും വന്ന സ്ഥലത്തെത്തിയിട്ട് അടിയിൽ നിന്നൊരു സ്പോട്ടുണ്ട്, അവിടെ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ഇതേ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയുള്ളൂ. സമയം ഏകദേശം 6 ആയി. ഇനി GoPro hero8ൻ്റെ സ്റ്റെബിലിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്.
ഹൈപ്പർ സ്മൂത്ത് 2.0 ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അത് വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഈ ഓഫ് റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ട, എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കട്ടെ. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയാണ്ടുള്ള വീഡിയോ ആണ് എനിക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അതേ ഗോപ്രോൻ്റെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. എൻ്റെ വണ്ടി ഇതാ വീണ്ടും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വീഡിയോ ഒരു രക്ഷയില്ല. ഇതിന് വലിയ ഷെയ്ക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ അത്രത്തോളം പോയ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്കിത് കണ്ടാലറിയും. അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ അതേ റൂട്ടിലൂടെ തന്നെ പോകുന്നത്. സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത് ഇതാക്കുന്നുണ്ട്. നമ്മളെ മുന്നിലൊരു ബുള്ളറ്റ് പോകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വണ്ടിയായിട്ട് വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ. സംഭവം ഇതൊരു കുറച്ച് നേരത്തെ വരണമായിരുന്നു, ഒരു സമയം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ കിട്ടീനി. ഇപ്പോൾ സമയം ഇരുട്ടിപ്പോയി, അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും GoPro Hero 8 എന്ന് പറയുന്ന ക്യാമറൻ്റെ സ്റ്റെബിലൈസേഷൻ മാസ് എന്നല്ല, മാസാണ് മക്കളെ, മാസ്. നമ്മൾ ഇവിടെ ആയിരുന്നു നേരത്തെ തിരിച്ചിട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തന്നെ തിരിച്ചിട്ട് നമ്മൾ പോവാം. മലൻ്റെ മുകളിലൊന്നും കയറാൻ നിൽക്കുന്നില്ല. അപ്പോൾ മലമുകളിലെ കാഴ്ച കാണാനും വേണ്ടി വന്നായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതേ നമുക്ക് പ്രകൃതി നൽകുന്ന കാഴ്ചകളൊക്കെ നോക്കിയോളി കേട്ടോ. എന്തൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് കാണുന്നതെന്നൊക്കെ നോക്കിയോളി. അപ്പോൾ അത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. പക്ഷേ ഈ ഗോപ്രോയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ ഇതൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ അതാ മുണ്ടപ്പറമ്പ് റീജിയണൽ കോളേജിൻ്റെ ബാക്കിൽ നിന്നുള്ള മലയിലാണ് ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഞാൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്, സ്റ്റെബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ പ്രകൃതിയെ കുറച്ച് ആസ്വദിച്ചിട്ട് നമുക്ക് പോകട്ടോ. Hero 8ൻ്റെ റിവ്യൂവും അതുപോലെ ടെസ്റ്റും സ്റ്റെബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് നെക്കി പൊട്ടിക്കട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.